ഇൻസ്റ്റയിലൊക്കെ റീൽസും യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഭയങ്കര ആക്റ്റീവാണ്. അപ്പൊ ഇതിനകത്ത് ഞാൻ കണ്ടേക്കണ ഒരു ബന്ധം വെച്ച് കഴിഞ്ഞാലും എല്ലാ വീഡിയോനകത്തും പാവം ശ്രീനി ചേട്ടൻ ഒരു പാവമായിട്ട് ചേച്ചി ചട്ടമ്പിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ആ രീതിയിൽ നോക്കാം ഇത് എന്താണ് ഇത് ഞാൻ ചില വീഡിയോസിലൊക്കെ ഇങ്ങനെ ചുമ്മാ പറയുന്നല്ലേ ശ്രീനി പാവം നിങ്ങൾക്ക് തോന്നാണ്. ശ്രീനി പൊതുവെ നിങ്ങളുടെ മുമ്പിലൊക്കെ ഭയങ്കര പാവം പോലെ ഇരുന്നാലും എൻ്റെ അടുത്ത് ഭയങ്കര ടോക്കറ്റീവ് ആണ്. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. ബിക്കോസ് ഞങ്ങൾ ക്രേസിയാണ് രണ്ടുപേരും. ആൻഡ് ആ ക്രേസിനെസ് എനിക്ക് തോന്നുന്നു ഞാനാണ് കൂടുതൽ കണ്ടിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. ശ്രീനി തന്നെ പറയാറുണ്ട് നിന്റെ കൂടെ കൂടി ഞാനിപ്പോൾ അലമ്പായി തുടങ്ങിയത്. അപ്പം ഐ എം റിയലി ഹാപ്പി. ആൻഡ് പാവം എന്നല്ല കേട്ടോ. എന്താ ഈ അട്രാക്ട് ചെയ്ത ഫസ്റ്റ് ഒരു പോസിറ്റീവ് സാധനം എന്തായിരുന്നു ശ്രീനി ചേട്ടൻ്റെ? I think he's very calm and relaxed. ആരോടും അങ്ങനെ അടി ഉണ്ടാക്കണേ ഞാൻ കണ്ടിട്ടില്ല. ആൻഡ് ഹീസ് വെരി അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കൂടാ, കേട്ടുകൊണ്ടിരിക്കും. തുണി അലക്കൂ നിലം തുടക്കുന്നൊക്കെ പറഞ്ഞു കേൾക്കൂ. അനദർ തിങ്, ഞാൻ എത്ര പൊട്ടച്ചാളും ജോക്ക് പറഞ്ഞാലും സപ്പോർട്ടീവ്. എടാ നിനക്ക് വേഗം ഒരു പെണ്ണ് കിട്ടും കേട്ടോ, നീ ഇപ്പൊ എല്ലാത്തിനും ചിരിക്കുന്നു. ഞാൻ പറയുന്നത് എല്ലാത്തിനും ഈ പയ്യൻ ചിരിക്കുന്നു അല്ലേ? നിങ്ങൾ ചിരിക്കുന്നില്ലേ? അവരാരും അറിയാത്തതാണ്. അല്ല, തമാശ എൻജോയ് ചെയ്യാന്നുള്ളത് ഒരു കഴിവ് തന്നെയാണ്. അത് ശ്രീനി ചേട്ടൻ അതിനകത്ത് അതെ തമാശയാന്ന് അവർക്ക് തോന്നിയത് തന്നെ ഒരു വലിയ കാര്യമാണ്. വേറൊരു കാര്യമുണ്ട്, ഇപ്പോൾ പേളി പറയുന്ന സമയത്ത് ശ്രീനി ചേട്ടൻ ചിരിച്ചില്ല എന്നുണ്ടെങ്കിൽ പേളിക്ക് വിഷമാവൂലേ? വിഷമാവില്ല, ഞാൻ അടിയാവുന്നതാണ് ചിരിക്കാത്ത. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? അതാണ് പുള്ളിക്കാരൻ സഹിച്ച് ജീവിക്കുകയാണ്. അപ്പൊ പാവം എനിക്കറിയില്ല, നിങ്ങൾ അടുത്ത ഇന്റർവ്യൂല് ശ്രീനിനെ വിളിച്ചതൊക്കെ ചോദിച്ചു. ട്രോളിനെ ഭയക്കുന്നുണ്ടോ? ഐ എം മിസ്സിംഗ് ഇറ്റ് ആക്ച്വലി. ഞാനൊക്കെ നട തുറന്ന് കിടന്നപ്പോ എത്ര പാട്ടൊക്കെ എന്തോരം ട്രോൾ ചെയ്തു. തേങ്ങാക്കോല നട തുറന്ന് കിടന്നു. പിന്നെ എന്റെ ഹണി ബേബി, ആ സമയത്തൊക്കെ ഐ യൂസ് ടു റിയലി എൻജോയ് ഇറ്റ്. അവന്മാരൊക്കെ ഞാൻ മിസ്, എന്താടാ ഇങ്ങനെ എന്നെ അവോയ്ഡ് ചെയ്യാണോ? ഐ ലവ് ട്രോൾസ്, ഐ എൻജോയ് ഇറ്റ്. പക്ഷേ ട്രോൾ എന്തെങ്കിലും ചെറിയ സംഭവങ്ങൾ നമുക്ക് ഹേർട്ട് ആവുന്ന രീതിയിലും പലതും യൂട്യൂബ് ചാനൽസിലൊക്കെ വല്ല ചില മെസ്സേജസോ അല്ല മെസ്സേജസ് അല്ല ചില ക്യാപ്ഷൻസോ എന്തെങ്കിലും നമ്മൾ ഹേർട്ട് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഭയങ്കരമായിട്ട് ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നി? ഇല്ല. സി, ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വന്ന സമയത്ത് എൻ്റെ ഡാഡി എന്നോട് പറഞ്ഞ ഒരേ ഒരു കാര്യം, പേളി നീ എൻ്റർ ചെയ്യുന്ന ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ നിന്റെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രി അല്ല. അതായത് ഇറ്റ്സ് യു അഗെൻസ്റ്റ് മില്യൺസ് ഓഫ് പീപ്പിൾ. അപ്പോൾ ഈ ലോകത്ത് നിന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, നിന്നെ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും, എല്ലാ ടൈപ്പ് ആൾക്കാരുണ്ടാവും. അപ്പോൾ അതൊക്കെ ഫേസ് ചെയ്യാൻ നീ മെച്ചുവർ ആണെങ്കിൽ മാത്രമേ ഇതിലേക്ക് കയറാവൂ. പോപ്പുലാരിറ്റി, ടാലൻറ്റ് ഇതൊക്കെ സെക്കൻഡറി ആണ്. ബിക്കോസ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആൾക്കാരായിട്ട് ഡീൽ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. And you have to accept people the way they are. Definitely hurt out.